Hi viewers, welcome to my YouTube channel. ഇന്ന് നമ്മുടെ എക്സ്പ്രസ് സദ്യ വിഭവങ്ങളുടെ രണ്ടാമത്തെ ഡിഷാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ സദ്യക്ക് ഉണ്ടാക്കാം എന്നാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ വലുപ്പത്തിലുള്ള 3 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക് ഈ പച്ചമുളകിന് അല്പം എരിവ് കൂടുതലായതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്കാം. മസാലയ്ക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് 2 ടേബിൾ സ്പൂണും സാധാരണ മുളക് 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരല്പം ശർക്കര, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടത്, താളിക്കാനായിട്ട് ഉലുവ, കടുക്, ഉണക്കമുളക്, ഉള്ളി, കറിവേപ്പില. ഇത് ഞാൻ ആ ഇഞ്ചി കഷ്ണം വലുതായി അരിഞ്ഞ് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണ്. ഇത് ഇനി അല്പം പിഴിഞ്ഞ് കളയും. ഇത് പിഴിഞ്ഞ് കളയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര പൊള്ളലായിരിക്കും. ഇഞ്ചിയുടെ ഭയങ്കരമായിട്ട് അതിന്റെ പൊള്ളല് മുമ്പിട്ട് നിൽക്കും. ഇത് അല്പം പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല. ആദ്യമായി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, ഇഞ്ചി നന്നായി വറുത്ത ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നീട് മല്ലിപ്പൊടി. ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും നേരത്തെ പറഞ്ഞ അളവിലല്ല ചേർത്തിട്ടുള്ളത്, കുറച്ച് കുറവാണ് ചേർത്തിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. മുളക് പൊടി നന്നായി മസാല ഇട്ടിട്ട് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള പുളി പിഴിഞ്ഞൊഴിക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ശർക്കര ചേർക്കാം. ശർക്കരയും മസാലയൊക്കെ ആവശ്യത്തിന് നിങ്ങൾ എടുക്കുന്ന അളവ് അനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അവനവന്റെ എരിവൊക്കെ അനുസരിച്ച് ചേർക്കുക. ഇപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഞ്ചി നന്നായിട്ട് പുളിവെള്ളത്തിലും ശർക്കരയിലും കിടന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഇഞ്ചിയുടെ ആ പൊള്ളല് മാറുന്നത്. നന്നായിട്ട് എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോഴാണ് ഇഞ്ചിക്കറിയുടെ പാകം. ഇനി നമുക്ക് താളിക്കാം. ഇഞ്ചിക്കറി തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. വേറെ ചട്ടിയിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് അല്പം ഉലുവ, അതിനുശേഷം അല്പം കടുക്, അതിനുശേഷം ഉണക്കമുളക്, ഉള്ളി,
തീ നന്നായി കുറച്ച് വയ്ക്കുക. കറിവേപ്പില, ഇനി ഇത് നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് ഇടാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിൽ അഭിപ്രായം പറയാം. കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.